കണ്ടിട്ടുള്ളതാണ് ഞങ്ങളൊക്കെ. അപ്പോൾ സിംഹം ഒഴിച്ചു ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളും നമ്മൾക്ക് ഇവിടെ കണ്ടിട്ടുണ്ട്. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ചിമ്മിനിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ ചിമ്മിനിലേക്ക് പോകുന്ന വഴി ഒരു രക്ഷയില്ല. എന്ത് രസമാണ് നോക്കിയേ, രണ്ട് സൈഡും റബ്ബർ പ്ലാന്റേഷൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരണമെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് 40 കിലോമീറ്ററും ആമ്പല്ലൂരിൽ നിന്ന് 26 കിലോമീറ്ററും ഇവിടേക്കുണ്ട്. ഈ ഭാഗത്തു കൂടെയൊക്കെ എലിഫന്റ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ബോർഡൊക്കെ കാണാം എലിഫന്റ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്നുള്ളത്. സത്യത്തിൽ നമ്മൾ കാടിന്റെ ഉള്ളിലൂടെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. റോഡിന്റെ രണ്ട് സൈഡിലും റബ്ബർ പ്ലാന്റേഷൻ ആണ്. പിന്നെ എങ്ങനെയാണ് കാടിന്റെ നടുവിലൂടെ യാത്ര ചെയ്യുന്നത് എന്നല്ലേ. രണ്ട് ഭാഗത്തെയും എസ്റ്റേറ്റിന്റെ ബാക്ക് സൈഡ് ഫോറസ്റ്റ് ആണ്. ഈ ഭാഗത്തൊന്നും വീടുകളില്ല, റബ്ബർ പ്ലാന്റേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് എലിഫന്റ് ക്രോസിംഗ് ബോർഡ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. ഇതാണ് ചിമ്മിനി വൈൽഡ് സാഞ്ചുറിയുടെ കവാടം. അപ്പം അങ്ങനെ ഞങ്ങൾ എൻട്രൻസിൽ എത്തിയിട്ടോ. കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചിമ്മിനി വന്യജീവി സങ്കേതത്താണ് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് ട്രക്കിങ്ങിന് പോവാണ് കാട്ടിലൂടെ. ഏകദേശം 6 കിലോമീറ്ററാണ്. അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ ഏകദേശം 13 കിലോമീറ്റർ ഞങ്ങൾ കാട്ടിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ ഇവിടെ വന്നു, 6:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ നേരത്തെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. നമ്മൾ ആൾക്കാർ വന്നു തുടങ്ങി കഴിഞ്ഞാൽ ഈ മൃഗങ്ങളൊക്കെ ഉള്ളിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നത് രാവിലെ ബൈക്കിലാണ്. 4 മണിക്ക് വീട്ടിൽ നിന്ന് പോന്നു. ആമ്പല്ലൂർ വന്നിറങ്ങി. അപ്പോൾ ആമ്പല്ലൂരിൽ നിന്ന് എന്നെ പിക്ക് ചെയ്തു കേട്ടോ വണ്ടി. എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പാക്കേജിലാണ്. അപ്പോൾ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ വന്നു. നമ്മൾ വന്ന വണ്ടി ടെമ്പോ ട്രാവലർ. കുറച്ച് പേര് ബൈക്കിലും ജീപ്പിലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ട്രക്കിങ്ങിന് പോണത്. ഞങ്ങൾക്ക് പരസ്പരം അറിയില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. കുറച്ച് പേര് ജീപ്പിൽ കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലക്കാർ ഇവിടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഫോറസ്റ്റ് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഇവിടെ വന്ന ഉടനെ തന്നെ നായോട് കമ്പനിയായ ഒരു കുട്ടിയിട്ടാ. ഞങ്ങളെല്ലാവരും വന്നതിന് ശേഷം ഇപ്പം ഞങ്ങളുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി മേടിക്കുകയാണ് നമ്മുടെ ഓഫീസർ. എഴുതി മേടിച്ചതിന് ശേഷം നമ്മൾ അങ്ങോട്ട് കടത്തി വിടുള്ളൂ കേട്ടോ. ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരുടെ പേരും അതേപോലെ സൈനും ആണ് അവർ എഴുതി മേടിക്കുന്നത്. അപ്പം ഞങ്ങളങ്ങനെ അവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഓരോ വണ്ടീനെ കടത്തി വിടുകയാണ് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലുള്ളത് തന്നെയാണ് കേട്ടോ ഈ ജീപ്പ്. ഇവർ തൊടുപുഴയിൽ നിന്ന് വന്നതാണ്, ഇന്നലെ വന്നതാണ് അവർ. അതല്ല കേട്ടോ രസം, ഇന്നലെ അവർ സ്റ്റേ ചെയ്തത് ചാലക്കുടി പുഴയോരത്താണ് കേട്ടോ. അപ്പം ഞാൻ വന്ന വണ്ടി ഇതാണ് കേട്ടോ, ട്രാവലർ. രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇനി നേരെ പോകുന്നത് ഫോറസ്റ്റ് ഓഫീസിലേക്കാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. ഇപ്പോൾ രാവിലത്തെ ഫുഡ് അവരാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റോഡിന് വീതി ഒന്നും കൂടി കുറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ടെമ്പോ ട്രാവലറിന് കഷ്ടി പോകേണ്ട വഴിയുള്ളൂ. ഇവിടെ നേരെ പോകുന്നത് ഫോറസ്റ്റ് മെസ്സിലേക്കാണ്. മെസ്സ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസിലാണ്. അപ്പോൾ അവിടെയാണ് ഫുഡ് ഉള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ നമ്മൾ ഇനി യാത്രയുള്ളൂ. അപ്പം അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടോ. അപ്പം നമുക്ക് ഇവിടെയാണ് കേട്ടോ നമുക്ക് രാവിലത്തെ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങളെ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഇതിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ട്രക്കിങ്ങിന് പോകണത് കേട്ടോ. അപ്പോൾ ഫോറസ്റ്റുകാരൻ്റെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അല്ലേ, നമ്മുടെ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട ആളാണ്ടാ. ഇവിടെ ഫുഡ് ഉണ്ടായി, ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിക്കും. ചേട്ടത്തില് കുറെ തവണ വന്നിട്ടില്ല? ഞാനൊരു 5 തവണ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രക്കിങ്ങിന് പോണത്. മൂപ്പർക്ക് 5 തവണ പോയതിനൊരു എക്സ്പീരിയൻസ് തവണ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ കേരളത്തിലെ ഏകദേശം 2 അഗസ്ത്യാരടക്കം കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള എല്ലാ മലകളും കയറി ഇറങ്ങി 2-3 മലയുടെ കയറാൻ. അപ്പൊ ആളെ എക്സ്പീരിയൻസ് പേഴ്സൺ ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് പോണത്. ഇവിടെ കുറെ പേരുണ്ട് കേട്ടോ. അവിടെ പോണ സമയത്ത് മൃഗങ്ങളൊക്കെ കാണാറുണ്ടോ? ഭാഗ്യം പോലെ. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോകാൻ കേട്ടോ. അതെ, സൗണ്ട് ഉണ്ടാക്കാൻ പോകണം. അപ്പൊ സൗണ്ട് ഉണ്ടാക്കാതെ പോയി കഴിഞ്ഞാലാണ് മൃഗങ്ങളെ കാണാൻ പറ്റൂ കേട്ടോ. അപ്പൊ നമ്മള് പോയതിന്റെ എക്സ്പീരിയൻസ് നോക്കിയിട്ട് പറയാം. ഞങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പൊ എല്ലാരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കേട്ടോ. എല്ലാവരും കിട്ടിയ സ്ഥലം തന്നെ ഇരിക്കാൻ തുടങ്ങി. നൂലപ്പവും കടലക്കറിയും പിന്നെ ചായയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഇതാണ് കേട്ടോ ഫോറസ്റ്റുകാർ പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജിലെ ഫുഡ്. നമ്മളെ ക്ലൈമറ്റ് വാക്കിങ്ങിലെ ഫുഡാണത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ കുറച്ച് പേരായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതാ
അനീഷ് തൊടുപുഴ ഉഷസ്. ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ടാട്ടോ. അത് ഇവന്റെ ട്രക്കിങ് വണ്ടി നോക്കിയേ. അപ്പൊ ഇവര് തൊടുപുഴയെന്നാണ് കേട്ടോ ഈ വണ്ടിയിൽ വന്നത്. ഇവര് ഇപ്പൊ എല്ലാ സാധനങ്ങളായിട്ടാണ് ഇവര് വന്നത്. ഇന്നലെയാണ് അവര് വീട്ടിൽ നിന്ന് പോകുന്നത്. ഇന്നലെ അവര് വന്നിട്ട് ചാലക്കുടി പുഴയോരത്ത് ടെന്റ് അടിച്ചിട്ടാണ് അവര് കിടന്നത് കേട്ടോ. എല്ലാ സെറ്റപ്പ് ആയിട്ടാണ് അവര് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ച് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഇതാ നമ്മുടെ ചിമ്മിനി ഡാമാണ്. ഇന്ന് വെള്ളം തുറന്നു വിട്ടിട്ടില്ല കേട്ടോ. ഒരാഴ്ച മുന്നേ ഡാമിന്റെ ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലെത്തി. ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം, നമുക്ക് ഡാം കാണാം. നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന ഈ ഭാഗത്താണ് കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ. ഇന്ന് ഞായറാഴ്ച കൂടിയാണ്, എന്നിട്ട് തിരക്കൊന്നും കാണുന്നില്ല. അപ്പൊ ഞങ്ങളെ ടീം മാത്രമേ ഉള്ളൂ കേട്ടോ ട്രക്കിങ്ങിന്. അപ്പൊ ഇതാണ് മക്കളെ ഈ ചിമ്മിനി ഡാം. ഒരു 3 പേര് എന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. വല്ലതും കിട്ടിയാണാവോ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുന്ന് കാണാൻ. ഇവിടുത്തെ വ്യൂ, ഡാമും അതിന്റെ പരിസര പ്രദേശങ്ങളും കാണുമ്പോൾ നല്ല രസമുണ്ട്. ഭാഗത്തേക്ക് ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെയാണ്. അതായത് രാവിലെ ഒരു 6 മണി മുതൽ പോകുകയാണെന്ന് വെച്ചാൽ ആണ് വനത്തിലേക്ക് സഞ്ചരിക്കാനുള്ള നല്ല സമയം. പിന്നെ വനത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നിശബ്ദത പാലിച്ച് പോകുകയാണെന്ന് വെച്ചാൽ നമുക്ക് വന്യമൃഗങ്ങളെ കാണുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. വനത്തിൽ നിൽക്കുമ്പോൾ യാത്രയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സുഗന്ധദ്രവ്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. സ്പ്രേ, ബോഡി സ്പ്രേ അങ്ങനത്തെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഗന്ധം ഉള്ളതിനോട് നമുക്ക് മൃഗങ്ങളുടെ ഗന്ധം അടിക്കില്ല. വിലപിടിപ്പുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും കാടിൻ്റെ ഉൾക്കാടുകളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ കാടിൻ്റെ ചെറിയ നിബന്ധന. അപ്പൊ അങ്ങനെ ഞങ്ങള് ട്രക്കിംഗ് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് കേട്ടോ. 13 കിലോമീറ്ററുള്ള ട്രക്കിംഗ് ആണ്. ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നത് ഒരു ഫോറസ്റ്റ് ഓഫീസറും അതേപോലെ 3 വാച്ചർമാരും കൂടി ഒരു സംഘമാണ് കേട്ടോ. കാട്ടിലേക്ക് പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ഇതുവരെ ആയിട്ട് ഒരു ട്രക്കിങ്ങിനും പങ്കെടുത്തിട്ടില്ല. പിന്നെ അതേപോലെ എനിക്ക് മൃഗങ്ങളെ കാണാനും നേരിട്ട് കാട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ട് മൃഗങ്ങളെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പൊ അതൊരു ഭാഗ്യം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അതും എന്നെ അറിയാത്തവരും അതേപോലെ എനിക്കറിയാത്തവരുടെ ടീമിന്റെ കൂടെയാണ് ഞാൻ പോണത് ട്രക്കിങ്ങിന്. അപ്പോൾ ട്രക്കിങ് ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം കയറ്റാണ്. നല്ല ഹൈറ്റ്, അത്യാവശ്യം നല്ല ഹൈറ്റ് ഇതിൻ്റെ പോകാനുണ്ട്. എല്ലാവർക്കും ഒരേപോലെ കയറാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ പരസ്പരം എല്ലാവരും സഹകരിച്ച് പോവുക. കാരണം ചിലപ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റുന്നവരുണ്ടാവും, അവർ പെട്ടെന്ന് കയറി പോവുക. അങ്ങനെയൊന്നും ചേരും. എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ബിസ്ക്കറ്റും വെള്ളം ഒക്കെ തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു കാരണവശാലും കാട്ടിൽ ഉപേക്ഷിക്കരുത്. ഒരു കാരണവശാലും നിങ്ങൾ ബാഗിൽ ഇട്ടോ, അവിടെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ നമുക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ അവിടെ ഇട്ടാൽ മതി. പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ പറയുക, മുൻകൂട്ടി പറയുക. കാരണം കുറേ പോയിട്ട് പറയരുത്, തോന്നുമ്പോൾ അപ്പോൾ പറയാം. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് പോവാം. എല്ലാവരും ഒരേപോലെ കയറാൻ പറ്റുന്നൊന്നും പിന്നെ ഇവര് നിർദ്ദേശങ്ങൾ പാലിക്കും. ഇവര് ഫ്രണ്ടിൽ ഒരാൾ പോവും. ഇതിനിടെ മുകളിൽ സജീവട്ടാ. പിന്നെ സംസാരം പരമാവധി ഒഴിവാക്കുക. ഇതാ നമ്മൾ മൃഗങ്ങളെ സ്മെല്ലും സൗണ്ട് കണ്ടിട്ട് നമ്മൾ അറിയുക. അപ്പോൾ നമ്മൾ ഉച്ചത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഗൈഡുമാരും ഫ്രണ്ടിലുണ്ടാവും, നിർദ്ദേശം പാലിച്ച് പോവുക. അപ്പോൾ നല്ലൊരു ട്രക്കിങ് എല്ലാവർക്കും ഉണ്ടാവട്ടെ, അനുഭവം ഉണ്ടാവട്ടെ കേട്ടോ. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. കാരണം ഇന്നലെ കാലത്തൊട്ട് ഫുള്ള് മഴയായിരുന്നു. ഇന്നലെ വന്ന് പോയൊരു മുഴുവൻ ഫുള്ള് മഴ കൊണ്ടിട്ട് പോയത്. അതാണ് ഞാൻ മാക്സിമം വേഗം പോവാന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ, നടന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കേട്ടില്ലേ, മാക്സിമം സൈലന്റ് ആവാം. നമുക്ക് എന്തെങ്കിലും സൈറ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ വീട്ടിലും എല്ലാ മൃഗങ്ങളുള്ള കാടാ, എല്ലാ മൃഗങ്ങളും കണ്ടിട്ടുള്ളതാണ് ഞങ്ങളൊക്കെ. അപ്പോൾ സിംഹം ഒഴിച്ചു ബാക്കി എല്ലാ മൃഗങ്ങളും നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ പോവുക, ശ്രദ്ധിക്കുക. വീട്ടിലുണ്ടായതായും നാട്ടിലുണ്ടായതായാലും ഓഫീസിലുണ്ടായ ഇൻസിഡന്റ്, എന്ത് ഇൻസിഡന്റ് ആയാലും നമുക്ക് ഒഴിവാക്കി വയ്ക്കാം. സംസാരിക്കാനുള്ള സ്ഥലം നമുക്ക് വേറെ കണ്ടെത്താം. കാട്ടിലേക്ക് പോകുമ്പോൾ കാടിനെ കുറിച്ചുള്ള മാത്രം സംശയങ്ങൾ അതീവ ഉച്ചത്തോടെ എല്ലാവരും മാത്രം ചോദിച്ച് മനസ്സിലാക്കുക. ഞങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അറിയാത്ത നമ്മൾ വെറുതെ വാചാലനായിട്ട് കാര്യമില്ലല്ലോ. അറിയുന്നതാണെങ്കിൽ പറഞ്ഞു തരും, അറിയാത്തത് നമ്മൾ അറിയില്ല എന്നുള്ളത്. അപ്പൊ നമ്മുടെ മുന്നിൽ 2 വാച്ചർമാർ നടക്കും. അതേപോലെ 10 മീറ്റർ മുന്നിൽ ഒരു വാച്ചർ നടക്കുന്നുണ്ട്. അവരെന്താ പറഞ്ഞാൽ ആദ്യം പോണത് മൃഗങ്ങൾ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അതേപോലെ സ്മെല്ല് അറിയാനും.
അപ്പോൾ ഇതാ ഇവിടെ എല്ലാവർക്കും നമ്മുടെ മുള്ളൻപന്നിയുടെ മുള്ള് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ മുള്ളൻപന്നിയും പന്നിയൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. അപ്പോൾ ഇഷ്ടംപോലെ മുള്ളൻപന്നിയുടെ മുള്ളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ല. എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ല അതിന്. ഇവിടെ കുറേ ഉണ്ട് മുള്ളൻപന്നിയുടെ മുള്ള്. ഞങ്ങളങ്ങനെ വീണ്ടും നടത്തം തുടങ്ങി ഉൾക്കാട്ടിലേക്ക്. ചെറിയവനെയും വലിയവനെയും പ്രതീക്ഷിച്ചുള്ള നടത്തം. കണ്ടു കിട്ടണാവോ? ഇവിടെ ഒരു മൃഗത്തിന്റെ കാൽപ്പാടാണ്. നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞത് ഒരു കടുവക്കുട്ടിയുടെ കാൽപ്പാടാണ്. അവർക്കതിൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏതിന്റെ കാൽപ്പാടെന്നുള്ളത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അതേപോലെ മൗണ്ട് ഷീക്ക് കൊണ്ടുവരാത്തവർക്കും നമുക്ക് വാച്ചർമാര് കുറച്ച് വടി വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ മൗണ്ട് ഷീക്കും കൊണ്ടുവന്നിട്ടില്ല, അതേപോലെ ഇവിടുന്ന് വടിയും വെട്ടിയെടുക്കുന്നില്ല കേട്ടോ. ഇതെന്താ പേപ്പറല്ല, കുടുംബ പേപ്പർ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പോളാല്ലേ? അതേപോലെ തന്നെ പേപ്പർ പോലെ തന്നെ കേട്ടോ, ഒരു മാറ്റമില്ല. അതിന് ചെടി അവിടെ ചേച്ചി അവിടെ കാണിച്ചു തരാം. ഏതാല്ലേ? ആ, ഇതുണ്ടോ പേപ്പറല്ല, അതിൻ്റെ ചെടിയാണത്. വലിയ മരമാണെന്നാണ് പറഞ്ഞത് കേട്ട്. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ടയർഡായി. അപ്പോൾ കുറച്ച് നേരം ഇരിക്കാന്ന് വെച്ചു. നമ്മൾ സ്പീഡിൽ നടന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. നമ്മൾ കാടിനെ അറിഞ്ഞ് കാടിനെ മനസ്സിലാക്കിയിട്ട് വേണ്ട യാത്ര തുടരാൻ. കാരണം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ട്രക്കിങ്ങിനല്ലേ വന്നത്. അപ്പം എല്ലാം ഭംഗി ആസ്വദിച്ചിട്ട് കാടിൻ്റെ എല്ലാ വന്യതയും ആസ്വദിച്ചിട്ട് വേണം നടക്കാൻ. ഒരു ആഗ്രഹം ഒരു മൃഗത്തിനെങ്കിലും കാണണം എന്നുള്ളതാണ് കാട്ടിലൂടെ. നമ്മളിവിടെ കിടന്ന് വച്ചിരിക്കും, ആ ആന നിൽക്കുന്നത് പോലും അറിയില്ല. അതേ ഞാൻ കയറി കൊടുക്കും. ഗൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാനുഷികരൊന്നല്ല. ഓടി മാറാനും നമുക്ക് സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇതിന് ആൾക്കും ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കായാലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടുന്ന് വച്ചിട്ട് വെള്ളം വെച്ച് നിങ്ങൾ തുടക്കം പറഞ്ഞു വീട്ടിലെത്തി നാട്ടിലെത്തിയും കാര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക പറഞ്ഞു. ആരും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ആ ചേട്ടൻ വീടും മക്കളും ഭാര്യയും ഒക്കെ ഉള്ളതാ. ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ, സംഭവിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മളറിയാം അല്ലേ. ഞാൻ ചീത്തല്ല പറയണേ, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന. ഇതുപോലെ ഞാനൊരു ടീമിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അതൊരു വിഷയമായതാണ്. ഞാൻ ചീത്തയല്ല പറയുന്നത്. നമ്മൾ പറയുമ്പോൾ ചീത്തയായിട്ട് തോന്നരുത്, വഴക്കായിട്ട് തോന്നും, വഴക്ക് പറയാൻ തോന്നും. ഞാൻ വഴക്കല്ല പറയുന്നത്. നമുക്കെല്ലാവർക്കും സേഫ്റ്റി വേണം, എല്ലാവർക്കും വേണ്ടേ ഇല്ലേ? നിങ്ങളുടെ ഫുൾ സേഫ്റ്റി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്, ഞങ്ങളുടെ സേഫ്റ്റിയും കൂടി ഇല്ലേ? സംശയം ഉണ്ടായിരിക്കെങ്കിലും ഞങ്ങൾക്കും സേഫ്റ്റി ഉണ്ടായി. ഞങ്ങളും ഉപജീവന മാർഗ്ഗമാണ് അത് ഞങ്ങളുടെ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് ചുറ്റുപറ്റി കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ വെള്ളത്തിലാവും എന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെ ചിലപ്പോൾ ഉപേക്ഷിക്കും, കൊടുക്കും, നിർത്തലാക്കും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കായിക്കോട്ടെ ഞങ്ങൾക്കായിക്കോട്ടെ ആർക്കായിക്കോട്ടെ. ഇത് നിർത്തി കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇതിൻ്റെ വരുമാന മാർഗം നിലച്ചു പോകും. മൊത്തം ഈ ചിമ്മിനിയിലുള്ള ടൂറിസം മൊത്തം നിൽക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. സംഭവിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ സൈലൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് സൈലൻ്റായി വേണം. നമ്മൾ ടൗണിലേക്കല്ല ഇറങ്ങിയിരിക്കുന്നത്, കാട്ടിലേക്കല്ല ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ കാണാൻ ഒരു എനിമലിനെ കാണാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അവരൊന്ന് രക്ഷപ്പെടും വേണ്ട നമുക്ക്. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഞങ്ങൾ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഞങ്ങൾക്കറിയാം ഏതിൽ ഓടി എങ്ങടെ എത്തും എന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ഞങ്ങളല്ല വേണ്ടേ? സഹകരിക്കും നിങ്ങൾ ഞങ്ങളോട്. ഇന്നലെ പറഞ്ഞല്ലേ എല്ലാവരോടും ഗ്രൂപ്പിൽ, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ സൈലൻ്റാണെന്ന് വെച്ചത്. ചേട്ടൻ ഞങ്ങളെ കുറച്ച് ഉപദേശിച്ചു കേട്ടോ, കാരണം സംസാരം കുറച്ച് കൂടി.
മൃഗങ്ങൾക്ക് നമ്മുടെ സൗണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ചെറിയ സൗണ്ട് പോലും മൃഗങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പം മൃഗങ്ങൾ അടുത്തുണ്ടെങ്കിൽ നമുക്ക് കാണാനുള്ള ചാൻസ് കൂടി നഷ്ടപ്പെടുകയാണ്. പിന്നെ അതേപോലെ നമ്മുടെ വാച്ചർ ചേട്ടൻ മുന്നിൽ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു 10 മീറ്റർ മുന്നിലാണ് നടക്കുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പം അതാണ് ചേട്ടൻ, വാച്ചർ ചേട്ടൻ നമ്മളയോട് പറഞ്ഞു കേട്ടോ സംസാരിക്കാതെ പോണമെന്ന്. അപ്പം നമ്മളങ്ങനെ ഈമ്പച്ചിമല എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ എത്തിയിട്ടാ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കാനുള്ള സമയമൊക്കെ ഉണ്ട്. അതേപോലെ നമ്മൾ ഏകദേശം ഒരു 6 കിലോമീറ്റർ നടന്നു. അപ്പം അത്യാവശ്യം ക്ഷീണമൊന്നും ഇല്ല. അപ്പം നമുക്ക് ഇവിടെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനും കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴം, ബിസ്ക്കറ്റ്, പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും കാട്ടിൽ ഉപേക്ഷിക്കാൻ പാടില്ല, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചിമ്മിനി ഡാമാണ്. എന്ത് രസം അറിയോ, കാടിൻ്റെ നടുവിൽ ഒരു വെള്ളക്കെട്ട് പോലെ തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട്. ചേട്ടൻ്റെ ചെരുപ്പിൽ ഇത് അട്ട കൂടി കടിച്ചിട്ടുണ്ട് കേട്ടോ. അട്ട നോക്കിയേ, ചെറിയ അട്ടയാണ്, പക്ഷെ ഇത് ചോര കുടിച്ച് വലുതാവും കേട്ടോ. ചെറിയ അട്ട. കുറേ പേർക്ക് അട്ടയുടെ കടി കിട്ടി, എനിക്ക് മാത്രം കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് നല്ല പേടിയാണ് അതിനും അട്ട. സാധാരണ അട്ട കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ്, തീ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാനിറ്റൈസർ ഉപയോഗിച്ചാലും അട്ട പോകും കേട്ടോ. ഓക്കെ, അതാണ് കേട്ടോ മുട്ടിപ്പഴം എന്നാണ് പറയുന്നത്. നിങ്ങൾ കഴിക്കുന്നതാണ്. ആ, നമുക്ക് കഴിക്കാം. നമുക്ക് കഴിക്കാം അല്ലേ? ഇതിൻ്റെ ഉൾഭാഗമല്ലേ കഴിക്കുക? പിന്നെ ഉള്ളിലെ റംബൂട്ടാൻ എങ്ങനെയാണ് നമ്മൾ കഴിക്കുക? ആ, ഇതിൽ തന്നെ കഴിക്കാം. തൊളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ റംബൂട്ടാൻ്റെ അതേ തന്നെ കഴിച്ചോ. ഇതിൻ്റെ വേര് ഭാഗത്ത് ഉണ്ടാവും ചേട്ടാ? വേര് ഭാഗത്ത് തടിയിൽ മാത്രം തടിയിലും. ഓ, മുകളിലുണ്ടാവില്ല ഇതിൻ്റെ മരം നോക്കി? മരത്തിലുണ്ടാവില്ല, അല്ലാതെ മുട്ടിപ്പഴം അതുകൊണ്ട് ഉണ്ടാവില്ല, ശിഖരങ്ങളിലൊന്നും ഉണ്ടാവില്ല. താഴ്ഭാഗത്ത് വേര് ഭാഗത്താണ് കേട്ടോ ഇതുണ്ടാവുക. ഇത് കൂടുതലും തിന്നണത് മാന്, ആന, ആ, ആമ ഒക്കെ കഴിക്കും. അപ്പം അങ്ങനെ നമ്മൾ മല ഇറങ്ങാൻ തുടങ്ങി. ഇത്ര നേരം കയറിയിട്ടാണ് വന്ന്, കയറ്റമായിരുന്നു, പിന്നെ ഇറക്കാണ്. ഏകദേശം ഒരു 7 കിലോമീറ്റർ പിന്നിട്ടു എന്നാണ് നമ്മുടെ വാച്ചർമാൻ പറഞ്ഞത്. അപ്പം ഇനി ഏകദേശം 5 കിലോമീറ്റർ ഇറക്കാണ്. ഇറക്കും പ്ലെയിൻ ആയിട്ടുള്ള പ്രദേശങ്ങളാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴാണ് കേട്ടോ ടയേർഡ്. കയറി വരുമ്പോൾ അത്ര ടയേർഡ്നെസ് ഫീൽ ചെയ്തില്ല, ഇപ്പോൾ ടയേർഡായി തുടങ്ങി. നോക്കൂ കൂട്ടുകാരെ, എന്ത് ഭംഗിയുള്ള കൂണാണ്. ചെറിയ കൂണാണ്, മരത്തിലുണ്ടാവണ കൂണാണ്. നോക്കിയേ, എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. തിന്നാനൊന്നും പറ്റാത്ത കൂണായിരിക്കും. കുറേ പേര് എന്തായാലും ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പം അങ്ങനെ നമ്മൾ താഴ്വാരത്ത് എത്തി. ഇപ്പോൾ ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നിട്ടേ നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങുള്ളൂ. മരം കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു പാലാണ് കേട്ടോ. ഇതാണ് മക്കളെ ഫോറസ്റ്റിൻ്റെ നടുവിലെ ഒരു ഗസ്റ്റ് ഹൗസ്. 2 ഫാമിലീസിന് താമസിക്കാൻ പറ്റും എന്നൊക്കെയാണ് നമ്മുടെ വാച്ചർമാൻ പറഞ്ഞത്. നിലവിൽ ഇപ്പോൾ ആർക്കും അലൗഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. മൊത്തം കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കാന്നാണ് പറഞ്ഞത്, റിപ്പയറിങ് ആണെന്നാണ് പറഞ്ഞത്.
അങ്ങനെ നമ്മുടെ കാട്ടിലൂടെയുള്ള 12 കിലോമീറ്ററുള്ള ജേണി അവസാനിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ എത്തിയിട്ടോ. നമ്മൾ പോകുമ്പോൾ ഈ വഴി റൈറ്റ് സൈഡ് കൂടെ വഴിയും തിരിച്ചു വരുമ്പോൾ ഈ വഴി കൂടെയാണ് കേട്ടോ എത്തിയത്. അങ്ങനെ നമ്മൾ ചിമ്മിനി ഡാമിലെത്തി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്, നിറയെ വണ്ടികളൊക്കെ കാണുന്നുണ്ട്. നടന്ന് ആകെ വയ്യാണ്ടായി. അപ്പം അതൊക്കെയാണ് നടക്കുന്നത്. നല്ല ക്ഷീണമുണ്ട്, നന്നായിട്ടൊന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ബെഡ് കിട്ടി അപ്പം വീഴും നമ്മൾ.